വാർത്തകൾ വിശദമായി നോക്കാം. കേരള തീരത്ത് തീപിടിച്ച വൻഹൈ ചരക്കു കപ്പലിലെ തീയും പൊട്ടിത്തെറിയും തുടരുന്നു. കോസ്റ്റ് ഗാർഡും നേവിയും തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, തീ അണയ്ക്കാൻ ശ്രമം ഇപ്പോൾ എങ്ങനെയാണോ പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിര തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും കപ്പലുകൾ ഈ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിന് സമീപത്തായി ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീ കെടുത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കപ്പൽ വീണ്ടും ചരിയുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ അവസാന റിപ്പോർട്ട് ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. അതുകൂടി കിട്ടിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇടയ്ക്ക് കപ്പലിനുള്ളിൽ നിന്നും വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങളും വലിയ തരത്തിൽ കറുത്ത പുകയും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ പൊട്ടിത്തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് അനുമാനിക്കാനുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വിവരങ്ങൾ ഒന്നും തന്നെ ആരും പുറത്ത് വന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഇനി വിവരങ്ങൾ നൽകേണ്ടത് കോസ്റ്റ് ഗാർഡാണ്. അത് അവർ ഒരു 3 മണിക്കൂർ ഇടവിട്ടായിരിക്കും ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പഴയ സ്ഥിതി അതേപോലെ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കപ്പലിലെ തീ പൂർണ്ണതോതിൽ കെടുത്താനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പം ചില കപ്പലിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഈ കോസ്റ്റ് ഗാർഡിനും നേവിക്കും എല്ലാം തന്നെ ഉണ്ട്. കാരണം ഏത് നിമിഷവും ഈ കപ്പലൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമോ അതല്ലെങ്കിൽ വലിയ തരത്തിലൊരു അഗ്നിബാധ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളിലൊക്കെ സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ദൂരെ നിന്ന് കപ്പലിലേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചോളം കപ്പലുകൾ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക നോസിലുകളിൽ നിന്നാണ് വളരെ വേഗത്തിൽ വെള്ളം കപ്പലിലേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ കണ്ടെയ്നറുകളിലുള്ള രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പലതും പരിസ്ഥിതിക്ക് തന്നെ വലിയ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള വസ്തുക്കളാണ്. പ്രത്യേകിച്ചും കീടനാശിനികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതുകൂടാതെ പ്രിൻറ്റിംഗ് മെഷീൻ, ടർപ്പൻറ്റൈൻ ഇങ്ങനെ തുടങ്ങിയ ഏത് നിമിഷവും തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകൾക്കുള്ളിലുള്ളത്. അതൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ കപ്പൽ ചരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. മാത്രവുമല്ല വെള്ളത്തിലേക്ക് ഈ വസ്തുക്കൾ ഒഴുകി നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും തീരത്തു നിന്നും ഏകദേശം 80 നോട്ടിക്കൽ മൈൽ ദൂരെയായിട്ടാണ് ഇപ്പോൾ കപ്പൽ ഉള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകി നടക്കുകയായിരുന്നു. ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റം വന്നിട്ട് ഒരു സ്ഥലത്ത് തന്നെ കപ്പൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചെരിഞ്ഞാണ് നിൽക്കുന്നത്. നേരത്തെ കൊച്ചി തീരത്തും കപ്പലുണ്ടായപ്പോഴും ആദ്യം ചരിഞ്ഞു നിൽക്കുകയും പിന്നീട് വെള്ളത്തിനടിയിലേക്ക് പോവുകയുമായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തര യോഗം കൊച്ചിയിൽ നടന്നു വരികയാണ്, പുരോഗമിച്ചു വരികയാണ്. ഒപ്പം ഈ നമ്മുടെ തീരത്ത് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും പുരോഗമിച്ചു വരികയാണ്. ഈ കപ്പലിനകത്ത് നിന്നും ഈ കണ്ടെയ്നറുകളുടെ പൊട്ടിത്തെറിച്ച ഭാഗങ്ങൾ കടലിലേക്ക് ചിതറിക്കിടപ്പുണ്ട്. ഇത് ലോഹപ്പാളികളാണ്. അത് ഏതെങ്കിലും കാരണവശാൽ അതുവഴി പോകുന്ന കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള മറ്റ് അപകടങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തീ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് വലിയ തരത്തിലുള്ള അഗ്നിബാധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കപ്പലിനും ഏകദേശം തീ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കപ്പലിൻ്റെ ഉൾഭാഗത്ത്, അതായത് ഡക്കിന് താഴെയായി മധ്യഭാഗത്താണ് ആദ്യവട്ടത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. ഈ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് തീ അണയ്ക്കുന്നതിന് വേണ്ടി ശ്രമിച്ച 4 പേരെയാണ് കാണാതായെന്നാണ് പറയപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെയായും ലഭ്യമായിട്ടില്ല. ഇവർക്ക് കൂടി വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ച് വരികയാണ്. അതേസമയം ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 18 പേരും ഇപ്പോൾ മംഗലാപുരത്തുള്ള ആശുപത്രികളിൽ തന്നെയാണ് ഉള്ളത്. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി വരുന്ന ദിവസങ്ങളിൽ കേരള തീരത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഈ കപ്പൽ മറ്റ് തീരങ്ങളിലേക്ക് അടിയുകയോ അല്ലെങ്കിൽ കപ്പൽ ജലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് തീർച്ചയായും വരികയാണെങ്കിൽ തെക്കൻ തീരങ്ങളിലേക്കാണ് എത്താൻ സാധ്യത. കാരണം കടലിൻ്റെ ഒഴുക്ക് തെക്കൻ തീരങ്ങളിലേക്കാണ്, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലോ കൊച്ചിയിലോ ഒക്കെ ഈ കപ്പൽ വന്ന് അടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ളവരുടെ ഒരു മീറ്റിംഗ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നു വരുന്നത്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് മാരിടൈം ബോർഡിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ
പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോഴും ഒരു ദുരൂഹത പോലെ നിലനിൽക്കുന്ന കാര്യങ്ങൾ ഈ കപ്പലിൻ്റെ മദർ കമ്പനി ഇതുവരെയായിട്ടും ഒരു കാര്യങ്ങളും വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് മുംബൈ തീരത്ത് എത്തിച്ചേരേണ്ടിയിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ അത് നേരത്തെ അത്തരത്തിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കേണ്ട സാധ്യതയുള്ള കാരണങ്ങൾ വസ്തുക്കൾ വല്ലതും നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ കയറുന്നതിൽ അല്ലെങ്കിൽ കയറ്റി കണ്ടെയ്നറിൽ നിറയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ളൊരു അന്വേഷണം അനിവാര്യമാണ്. കാരണം ഏഷ്യൻ തീരത്ത് ഈ അടുത്ത സമീപ നാളുകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം കടലിൽ നടന്നിട്ടില്ല. മാത്രവുമല്ല ഇതുപോലെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടില്ല, കപ്പലിൽ തീ പിടിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ സമീപകാലത്തും ഏറ്റവും അവസാനമായി നടന്ന ഒരു 10-15 വർഷത്തിന് ശേഷമുള്ള കപ്പൽ ദുരന്തം എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചിയിൽ നടന്ന വെള്ളത്തിലേക്ക് ആണ്ടുപോയതാണ്. അത് കണ്ടെയ്നറുകൾ മറിഞ്ഞുണ്ടായ അപകടമാണ്. അതിന് തൊട്ട് പിന്നാലെ മറ്റു 2 ആഴ്ച പിന്നീട് മുമ്പ് തന്നെ മറ്റൊരു അപകടം കൂടി ഈ കേരള തീരത്തുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ തരത്തിൽ ഒരു അന്വേഷണം അനിവാര്യമാണ്. കാരണം പുതിയ തുറമുഖം വിഴിഞ്ഞം തുടങ്ങിയിട്ട് ഒരു മാസം മാത്രമായിട്ടുള്ളൂ. അതിനിടയിലാണ് 2 അപകടങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണത്തിലേക്ക് ഒരു പക്ഷേ ഇന്ന് ഡയറക്ടർ ജനറലുടെ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കപ്പലിനെ ചരിയാതെ സൂക്ഷിക്കുകയും ഒപ്പം കപ്പലിലെ തീ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം നാവികസേനയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആതിര. തീർച്ചയായും ഡീപിനെ അതുപോലെ തന്നെ 4 പേരെ കാണാതായിട്ടുണ്ട്. അവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏതൊക്കെ സംഘങ്ങളാണ് അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഏകദേശം നമ്മുടെ കരയിൽ നിന്നും 80ഓളം നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ കപ്പലിന് അടുത്ത് എവിടെയെങ്കിലും ഇവർ പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കടലിൽ രക്ഷപ്പെടുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീര സംരക്ഷണ സേനയിലെ ഉദ്യോഗസ്ഥർ തന്നെ ഒരു അന്വേഷണം നടത്തി വരികയാണ്. നേവിയും അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും 2 അനുമാനങ്ങളാണ് ഇവരുടെ മുന്നിലുള്ളത്. ഒരു പക്ഷേ ഈ കപ്പലിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിലെ അപകടത്തിൽപ്പെട്ടോ, അതോ ഇവർ മറ്റ് സുരക്ഷാ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെ കടലിലേക്ക് ചാടിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ 2 കാര്യങ്ങളാണ് ഇപ്പോഴും കോസ്റ്റ് ഗാർഡ് ആലോചിച്ചും അല്ലെങ്കിൽ പരിശോധിച്ചു വരുന്നത്. എന്തായാലും ആ തീരത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആ കപ്പൽ തീപിടിച്ചിരിക്കുന്ന സ്ഥലത്ത് വലിയ തരത്തിലുള്ള പരിശോധന കോസ്റ്റ് ഗാർഡ് ഇന്നലെ മുതൽ തുടങ്ങിയിരുന്നു. കാരണം വളരെ വേഗത്തിൽ ഈ അപകടം അറിഞ്ഞുകൊണ്ട് വളരെ വേഗത്തിലാണ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും നേവിയുടെ കപ്പലും അവിടേക്ക് എത്തിയതെന്ന് നമുക്ക് പറയാൻ കഴിയും. എത്തിയ ഉടൻ തന്നെ കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെട്ട വെള്ളത്തിലേക്ക് ചാടി കപ്പൽ ജീവനക്കാരെ വളരെ വേഗത്തിൽ തന്നെ അവർ ആദ്യം തന്നെ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. പിന്നീട് അവർ നാവികസേനയുടെ കപ്പലിൽ അവരെ മംഗലപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിൽ 2 പേർക്കാണ് കാര്യമായ തരത്തിലുള്ള ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത്. ബാക്കിയുള്ള ഈ കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ചും തീരസംരക്ഷണ സേനയുടെ വിവിധ ചെറിയ കപ്പലുകൾ മുതൽ വലിയ കപ്പലുകൾ വരെ ഈ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഇത് കൂടാതെ കൊച്ചിയിൽ നിന്ന് പോകുന്ന ഡോണിയർ വിമാനങ്ങളും വാന നിരീക്ഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ആളുകളെ കാണാൻ കഴിയുമോ എന്നുള്ള ഒരു നീക്കം അവരും നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തോതിൽ ഒരു പരിശോധന കടലിൽ നടക്കുന്നുണ്ട്. ഒപ്പം തീയണയ്ക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിച്ചു വരികയാണ്. ആതിര. ശരി ബിനോയ്, കേരള തീരത്ത് തീപിടിച്ച വൻഹൈ ചരക്കു കപ്പലിലെ തീയും പൊട്ടിത്തെറിയും തുടരുന്നു. കോസ്റ്റ് ഗാർഡും നേവിയും തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. മറ്റ് വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? വൻഹൈ 503 കപ്പലിലെ തീ ഇപ്പോഴും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള തീവ്രശ്രമം തുടരുകയാണ്. ഏറ്റവും ഒരു പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സാൽവേജ് ടീം എത്തുന്നു എന്നുള്ളതിലാണ്. സാൽവേജ് ടീം രാവിലെ 6:30 പുറപ്പെട്ടത്. അവർ എത്തുന്നു എന്നുള്ളത് പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള INS സൂറത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഇവിടത്തേക്ക് വെള്ളം ശക്തമായി ചീറ്റിയിട്ടും അതിലെ തീ നിയന്ത്രണ വിധേയമാക്കാനോ പുക ഇല്ലാതാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അത് വളരെ ദുഷ്കരമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിനകത്തുള്ള രാസവസ്തുക്കളും വിഷപദാർത്ഥങ്ങളും ഒക്കെയാണ്. ആൽക്കഹോൾ, ഒപ്പം തന്നെ ലിഥിയം ബാറ്ററി പോലുള്ള സാധനങ്ങളാണ്, പൊട്ടിത്തെറിക്കാവുന്ന സാധനങ്ങളാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കണ്ടെയ്നറുകളിൽ കടൽ വെള്ളം കയറിയാൽ പോലും പൊട്ടിത്തെറിക്കാവുന്ന തരത്തിലേക്കുള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10 മുതൽ 15% വരെയാണ് ഈ കപ്പൽ ചെരിഞ്ഞിരിക്കുന്നത്. ഇനിയും അത് ചെരിഞ്ഞ് ഈ കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ
ഒരുപക്ഷെ ഈ കടൽ വെള്ളം കയറി പൊട്ടിത്തെറിക്കാവുന്ന വസ്തുക്കൾ അതുണ്ടാക്കുന്ന സ്ഫോടനം, ഒപ്പം തന്നെ അതുണ്ടാക്കുന്ന വലിയ മാലിന്യ പ്രശ്നം, പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്ന മാലിന്യ പ്രശ്നം, അത് വെള്ളത്തിലായാലും പുകയുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വലിയ തോതിലാണ് ആശങ്ക പരത്തിയിരിക്കുന്നത്. മത്സ്യബന്ധനത്തെ പോലും, അതായത് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിട്ടുണ്ട്, പക്ഷേ ചെറുയാനങ്ങളിൽ മത്സ്യബന്ധനം നടത്താനുള്ള അനുമതിയുണ്ട്. അത്തരത്തിൽ ചെറുയാനങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരോടെല്ലാം തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ താൽക്കാലികമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യമൊക്കെ പരിശോധിച്ചു വരികയാണ്. അത് വലിയ തോതിൽ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരെ ഉൾപ്പെടെ ബാധിക്കും. മാത്രമല്ല മത്സ്യസമ്പത്തിനെ ഏത് രീതിയിൽ ഇത് ബാധിക്കുമെന്നൊരു ആശങ്ക പൊതുവെ ഉയരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അധികൃതർ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള കൃത്യമായ സാധന സാമഗ്രികൾ സംബന്ധിച്ച്, ഇതിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വാൻഹായ് 503 എന്ന കപ്പലിന്റെ, സിംഗപ്പൂർ ചരക്ക് കപ്പലിന്റെ ഉടമകൾ കൃത്യമായൊരു വിശദീകരണം ഇതുവരെയായി അധികൃതർക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും തീ നിയന്ത്രണം വിധേയമാക്കാനുള്ള ശക്തമായ പ്രവർത്തനം തുടരുന്നു. ഒപ്പം തന്നെ കാണാതായ 4 നാവികർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ബേപ്പൂരിൽ നിന്ന് പോയ ചാർലി 144 എന്ന ഫാസ്റ്റ് വെസൽ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൂടാതെ മംഗളൂരു തുറമുഖത്തു നിന്നുള്ള കോസ്റ്റ് ഗാർഡിന്റെ ICGS രാജദൂത് പെട്രോൾ വെസൽ അതുപയോഗിച്ചും തെരച്ചിൽ നടത്തിയിട്ട് ഫലമില്ലാത്തൊരു സാഹചര്യമാണ്. ഇവരെ കണ്ടെത്താനായിട്ടില്ല. 2 തരത്തിലുള്ള നിഗമനങ്ങളാണ് ഈ തീയിൽ. ഈ 4 നാവികർ അവിടെ തീ പടർന്നപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ നിന്നവരാണ്. അവർ ആ തീയിൽ അകപ്പെട്ടു എന്നൊരു ആശങ്കയുണ്ട്. അതെല്ലാം കടലിലേക്ക് അവർ എടുത്തു ചാടുകയായിരുന്നു. അങ്ങനെ കാണാതായതാണോ തുടങ്ങിയ ആശങ്കകളുണ്ട്. അവരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. അതേസമയം തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു ആശങ്കയാണ്. ഒപ്പം ഈ മത്സ്യസമ്പത്ത് സംബന്ധിച്ച കാര്യങ്ങൾ, അതിൽ പൊതുവായൊരു ആശങ്ക ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ആ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അധികൃതരുടെ ഭാഗത്തുനിന്നും മറ്റുള്ള ആളുകളുടെയും, ഫിഷറീസ് അടക്കമുള്ള സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഉൾപ്പെടെ എന്തെങ്കിലും ഒരു വാർത്താക്കുറിപ്പോ മറ്റോ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ആതിര. ശരി റിയാസ്.